നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടന്റേതായിട്ട് 2025 റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റിലീസിംഗ് പ്രഖ്യാപിച്ച ചിത്രങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ്. പ്ലാൻ ചെയ്ത ചിത്രങ്ങളല്ല, റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച ചിത്രങ്ങളെ കുറിച്ച്. എത്ര പേർക്ക് ഈ ഡേറ്റുകൾ അറിയാമെന്നുള്ളത് അറിയത്തില്ല. പക്ഷെ 5 സിനിമകളുടെ ഡേറ്റ് ആണ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റുകൾ ഒന്ന് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാമെന്നത് കരുതി ചെയ്യുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഈ 5 സിനിമകളിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷയുള്ളത് എന്നുള്ളത് കൂടി നിങ്ങൾ ഒന്ന് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. തീർച്ചയായിട്ടും വീഡിയോ അവസാനിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ചിത്രം ഏതാണെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ റിലീസ് ചെയ്യാൻ പോകുന്ന വരാനിരിക്കുന്ന മോഹൻലാൽ സിനിമകളിൽ ആദ്യം റിലീസിനെത്തുന്നത് ബറോസ് എന്ന് പറയുന്ന സിനിമയാണ്. ഡിസംബർ 25 നമുക്ക് മുന്നിലേക്ക് എത്തുമെന്ന് ഇന്ന് കേരളത്തിൽ അറിയാത്തവരായിട്ട് സിനിമാ പ്രേമികൾ ആരും ഉണ്ടാവില്ല. അടുത്ത ആഴ്ചയാണ് പടം റിലീസ് എത്തുന്നത്, ക്രിസ്മസ് റിലീസായിട്ട്. അടുത്തത് തുടരും എന്ന് പറയുന്ന സിനിമയാണ്. തുടരും എന്ന് പറയുന്ന സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ജനുവരി 30 ഒഫീഷ്യലായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഈ വരുന്ന സിനിമകളിൽ അല്പം വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന സിനിമയായിരിക്കും തുടരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അടുത്തത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. എമ്പുരാന്റെ റിലീസിംഗ് ഡേറ്റും ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് 27 എമ്പുരാന്റെ റിലീസിംഗ് ഡേറ്റ് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റിലീസിംഗ് ഡേറ്റ് പ്രഖ്യാപിച്ച് ആ രീതിയിൽ തന്നെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഇത്ര വലിയ ബഡ്ജറ്റ് ഉണ്ടായിട്ടും ഒരിക്കൽ പോലും സിനിമയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടസ്സം നേരിടുകയോ ചെയ്തില്ല. ഷൂട്ടിംഗ് ഒക്കെ വളരെ പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും വലിയ താരങ്ങളുള്ള, ഇത്രയും വലിയ സംവിധായകനുള്ള സിനിമയായിരുന്നിട്ട് പോലും പ്ലാൻ ചെയ്ത അതേ പോയിന്റിൽ തന്നെ സിനിമ, അതേ വേഗത്തിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ടെക്നിക്കൽ പെർഫെക്ഷന്റെ വിജയമായിട്ട് തന്നെ വിലയിരുത്തേണ്ടതായിട്ട് വരും. അടുത്തത് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയാണ്. ഓഗസ്റ്റ് 28 സിനിമ റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് വീണ്ടും വരുന്നു എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്നുണ്ടെങ്കിലും ശൈലി മാറ്റാത്ത സത്യനന്ദിക്കാട് അല്ലെങ്കിൽ കഥകൾ മാറ്റാത്ത സത്യനന്ദിക്കാടിന്റെ ചിത്രത്തിൽ മോഹൻലാൽ വീണ്ടും അഭിനയിക്കുന്നതാണോ എന്നുള്ളത് റിലീസ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. എന്ത് തന്നെയായാലും, എന്ത് ശൈലി മാറ്റാതിരുന്നാലും, എന്ത് സ്ഥിരം കഥ തന്നെ പറഞ്ഞാലും സിനിമ വിജയിക്കുമെന്നുള്ളതും ഒരു ഗ്യാരണ്ടിയാണ്. അതാണ് സത്യനന്ദിക്കാട് ഗ്യാരണ്ടി. അടുത്തത് ഋഷഭ എന്ന് പറയുന്ന സിനിമയാണ്. ഋഷഭ എന്ന് പറയുന്ന സിനിമ ഒക്ടോബർ 16 റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതൊരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വരുന്ന സിനിമയാണ്. അത് ഒക്ടോബർ 16 റിലീസിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സിനിമകളാണ്, ഈ 5 സിനിമകളുടെ റിലീസിംഗ് ആണ് നേരത്തെ തന്നെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒറ്റ സിനിമ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയാണ്. കാരണം അതിന്റെ പെർഫെക്ഷൻ ഒരു ഗംഭീരമായിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ചെയ്താൽ കൊള്ളാമായിരുന്നു. നന്ദി, നമസ്കാരം.